ഭയങ്കരമായിട്ട് കറി കഷ്ടപ്പെട്ടുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത് ഇതൊന്നും ഉണ്ടാക്കി വെക്കണം. എന്നാ ടേസ്റ്റാണ് ഗൈസ്. എൻ്റെ പൊന്നോ. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നു, അതിനകത്തൊരു കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളി, 2 പച്ചമുളക് എരിവനുസരിച്ച്, പിന്നെ ഒരു പിടി പച്ചക്കടല, പിന്നെ കുറച്ച് തേങ്ങ, അതിട്ട് നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് എന്നാ വേണമെന്ന് വെച്ചാൽ ആ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട്, ഞാനിവിടെ മറ്റേ ഷാലറ്റ്സ്, മറ്റേ ചെറിയ ഉള്ളിയാണ് എടുത്ത്, സവോള എടുത്താലും മതി, 2 സവോള അതുമിട്ട് വഴറ്റണം. എന്നിട്ട് നമ്മുടെ ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച കടല വയ്ക്കില്ല, അത് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് പിന്നെ ഇടയ്ക്ക് ഉപ്പ് ആവശ്യത്തിന് ഇടണം കേട്ടോ. പിന്നെ ഈ അരച്ചെടുത്ത സംഭവം അതിനകത്തോട്ട് ഇടുന്നു, നമ്മുടെ സവോളയ്ക്കകത്തോട്ട്. ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പൊടി ആവശ്യത്തിന് ഇടുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കൊറിയാണ്ടർ, മല്ലിപ്പൊടി, അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊരു വഴറ്റി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇച്ചിരി എണ്ണയും കൂടെ തൂവുക, വേണമെങ്കിൽ ടേസ്റ്റ് ആയിക്കോളും. എന്നിട്ട് വേണം ഒരു പ്ലേറ്റിൽ കുറച്ച് കട്ട തൈര് എടുക്കുക, ഗ്രീക്ക് യോഗട്ടാണ് ഞങ്ങൾ എടുത്ത്. എന്നിട്ട് നമ്മുടെ സംഭവം ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട്, ഇപ്പം തന്നെ എനിക്ക് കൊതിയാവുന്നു, പിന്നെ ഉണ്ടാക്കാൻ തോന്നുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണ വേണം ഗൈസ്, കുറച്ച് വെള്ളച്ചോറ് എടുത്തിട്ട്, വേണമെങ്കിൽ ഇച്ചിരി മല്ലിയില ഇട്ട് ഡെക്കറേറ്റ് ചെയ്തോ. വെള്ളച്ചോറിൻ്റെ കൂടെ വെള്ളയും ചുവപ്പ് ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല, സൈഡിൽ വെച്ച് കഴിച്ചാണല്ലോ എൻ്റെ